അന്ന് അടുക്കളയിലെ ഒരു പണിക്കും അവളെ കൂട്ടിയിരുന്നില്ല മുത്തശ്ശി. എല്ലാം അവരൊറ്റയ്ക്ക് എടുത്തിരുന്നു. ഏലക്കയും ഇഞ്ചിയും ഇട്ട ചായ ഗ്ലാസുകളിലേക്ക് പകരുമ്പോൾ കൊച്ചുമകളുടെ ജീവിതം സുരക്ഷിതമാകണമെന്ന പ്രാർത്ഥനയിലായിരുന്നു ആ വൃദ്ധയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും എൻ്റെ കുട്ടിയെ ഇഷ്ടമായാൽ മതിയായിരുന്നു. അല്ലെങ്കിലും ആർക്കാ അച്ഛമ്മയുടെ കുട്ടിയെ ഇഷ്ടമല്ലാത്തത്? അവരൊക്കെ വലിയ വലിയ ആളുകളല്ലേ അച്ഛമ്മേ, അവർക്കൊക്കെ നമ്മളെ ഇഷ്ടമാകുമോ? അവൾ പേടിയോട് ചോദിച്ചു. അതൊക്കെ മോൾക്ക് തോന്നുന്നതാ. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു വാഹനം വന്നു നിൽക്കുന്ന ഒച്ച കേട്ടപ്പോൾ തന്നെ സരയു പരവേശപ്പെട്ടിട്ടുണ്ട്. ആ ആഡംബരം വിളിച്ചോതുന്നൊരു വാഹനമായിരുന്നു. അതിൽ നിന്നും ആദ്യം ഇറങ്ങിയത് പ്രൗഢമായ സ്ത്രീയാണ്. പച്ചയിൽ മെറൂൺ ബോർഡിൽ പതിപ്പിച്ച സാധാരണമാണെന്ന് തോന്നുന്ന ഒരു സാരിയായിരുന്നു അവരുടെ വേഷം. പക്ഷെ മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന ആഠ്യത്വം, നീണ്ട മൂക്കും കണ്ണുകളും അവർ മിഥുന്റെ അമ്മയാണെന്ന് ഊട്ടിയുറപ്പിക്കുകയായിരുന്നു. ഒപ്പം ഒരു പുരുഷനും മധ്യവയസ്കയായ സ്ത്രീയും, അവരോടൊപ്പം തന്നെ പ്രൗഢി തോന്നുന്ന രൂപങ്ങൾ. ആദ്യം അവർ ആ വീടും പരിസരവും ഒന്ന് നോക്കി. എന്നാൽ അവരുടെ മുഖത്ത് മാറ്റങ്ങൾ വരാത്തതും നെറ്റി ചുളിയാത്തതും അത്ഭുതമായി തോന്നി സരയുവിന്. സന്തോഷത്തോടെ വയ്യാത്ത കാലുകളോടെ അച്ഛൻ എല്ലാവരെയും അകത്തേക്ക് ആനയിച്ചു. മകന്റെ കണ്ടെത്തൽ തെറ്റായിരുന്നുവെന്ന് അവർക്ക് എന്തേ തോന്നാഞ്ഞത് എന്നായിരുന്നു സരയുവിന് തോന്നിയത്. കുറച്ചു സമയം അച്ഛനുമൊത്ത് പല കുശലങ്ങൾ പറഞ്ഞു. മോന് വന്നിട്ടില്ല, അറിയാലോ, തിരക്കാണവന്. ഏതോ ഒരു സിനിമയുടെ പാട്ട് ഷൂട്ടിന് വേണ്ടി പോയിരിക്കുവാണ് ഹൈദരാബാദിൽ. നാളത്തെ ഫ്ലൈറ്റിന് വരൂ, അവർ അച്ഛയോടായി പറഞ്ഞു. അവൻ കൂടി വന്നിട്ട് വരാൻ കരുതിയതാ. അപ്പോ അവൻ പറഞ്ഞു, അമ്മയും അമ്മാവനും അമ്മായും കൂടി ചെന്ന് കണ്ടിട്ട് തീരുമാനിക്കാൻ. അവൻ എന്നെ കാണാത്തതൊന്നുമല്ലല്ലോ. വളരെ മാന്യമായ രീതിയിലായിരുന്നു അരുന്ധതി പറഞ്ഞത്. രാഘവന്റെ മുഖം തെളിഞ്ഞു നിന്നു. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയൊരാള് ഇവിടെ വന്ന് എൻ്റെ കുട്ടിയെ ഇഷ്ടപ്പെടുമെന്ന്. ഈശ്വരൻ മുൻപിൽ നമ്മളെല്ലാം ഒരുപോലെയല്ലേ രാഘവ? പിന്നെ എന്താ പ്രശ്നം? അമ്മാവനാണ് മറുപടി പറഞ്ഞത്. ആ മറുപടിയിൽ അദ്ദേഹത്തിൻ്റെ മനസ്സും നിറഞ്ഞിരുന്നു. കുട്ടിയെ വിളിക്കാം അല്ലേ? അമ്മായിയാണ് ചോദിച്ചത്. സന്തോഷപൂർവ്വം രാഘവൻ അതിന് തലയാട്ടി. അമ്മേ, മോളെ വിളിക്കൂ, രാഘവൻ പറഞ്ഞ നിമിഷം തന്നെ അകത്തു നിന്നും ട്രേയിൽ ചായയുമായി ഇറങ്ങി വരുന്ന പെൺകുട്ടിയുടെ മുഖത്ത് തന്നെയായിരുന്നു 3 ജോഡി കണ്ണുകളും. ഉദയസൂര്യന്റെ തിളക്കമുള്ള ഒരു പെൺകുട്ടി. അവളുടെ മുഖത്തിന് തന്നെ ഒരു പ്രത്യേക ഐശ്വര്യമുണ്ടെന്ന് അരുന്ധതിക്ക് തോന്നിയിരുന്നു. വിടർന്ന കൂവളമിഴികൾ അവളെ ഒന്നുകൂടെ സുന്ദരിയാക്കി. ഒരു ചമയമൊന്നുമില്ലെങ്കിലും തൻ്റെ മകന് ചേർന്നവളാണിവളെന്ന് അമ്മ മനസ്സിൽ അടിവരയിട്ട് ഉറപ്പിച്ചു. 3 മുഖങ്ങളും സന്തോഷത്തിൽ നിറയുന്നത് രാഘവൻ കണ്ടു. എൻ്റെ ഭാര്യ കിടപ്പിലായിട്ട് കുറെ കൊല്ലമായി. പെൺകുട്ടികളെ നോക്കേണ്ട അമ്മമാരല്ലേ, അതിൻ്റെ ഒരു വിളർച്ച മോൾക്കുണ്ട്. ഞാനിപ്പോൾ വയ്യാണ്ടായി കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ തുടങ്ങിയതാണ്. അതിനു മുൻപ് അങ്ങനെ കുട്ടികളോടൊപ്പം ഇരിക്കാൻ പറ്റിയിട്ടില്ല, രാഘവൻ പറഞ്ഞു. അരുമയോടെ എല്ലാവരും അവളെ നോക്കി. അമ്മ ഇവിടെ തന്നെയാണോ? അമ്മാവൻ അവരോടായി ചോദിച്ചു. അതെ, ഇവിടെ തന്നെയാണ്. അകത്ത് മുറിയിലുണ്ട്. ഇനി എൻ്റെ കൂടെ മോളല്ലേ, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇവളെ. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന് അവളുടെ മുഖത്ത് അരുമയായി തലോടിക്കൊണ്ടാണ് അരുന്ധതി അത് പറഞ്ഞത്. ഒരു നിമിഷം സരയുവിൻ്റെ മുഖത്ത് വേദന നിറഞ്ഞു നിന്നിരുന്നു. ആദ്യം കല്യാണം കഴിച്ചപ്പോഴും അവൻ എന്നോട് പറഞ്ഞത് ഒരു കുട്ടിയെ കണ്ട് ഇഷ്ടമായി എന്നാണ്. വർഷങ്ങളായുള്ള ഇഷ്ടമാണ്, പക്ഷേ ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല അതിന്, അമ്മ വേദനയോടെ അവളോട് പറഞ്ഞു. ആ കുട്ടിയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നുകയും ചെയ്തതാണ് അവന് വേണ്ടിയുള്ളതല്ല ആ കുട്ടിയെന്ന്. ആ കുട്ടിയുടെ ഒന്നും കുഴപ്പവും ആയിരുന്നില്ല. രണ്ടുപേരും വളർന്ന സാഹചര്യങ്ങൾ, പിന്നെ ഓരോ ആളുകൾക്ക് ആരാണെന്ന് ഈശ്വരൻ എഴുതിയാണ് വിട്ടിരിക്കുന്നത്. ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു അവളെയല്ല ഈശ്വരൻ മിഥുന് കരുതി വെച്ചിരിക്കുന്നത് എന്ന്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചെറുപ്പത്തിലെ ആവേശത്തിൽ അവനത് മനസ്സിലായില്ല. ആ കുട്ടിക്കും പിന്നെ കുട്ടികളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് ഞാനും കരുതി. അന്നും ഇന്നും എന്നും എനിക്കെൻ്റെ മോൻ്റെ താല്പര്യങ്ങൾക്കപ്പുറം മറ്റൊരു തീരുമാനവും ഇല്ല ഒരു കാര്യത്തിലും. പക്ഷേ ഈ മോളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നുണ്ട്, ഇവള് എൻ്റെ മോന് വേണ്ടി മാത്രം ഈശ്വരൻ കരുതി വെച്ചതാണ് എന്ന് അരുന്ധതി പറഞ്ഞു. അവരുടെ ഓരോ വാക്കുകളും സരയുവിൻ്റെ ഹൃദയത്തെ പിളർത്താൻ കഴിവുള്ളതായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല നിർബന്ധം, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ മോളെ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം. കാരണം ഇവളെ സ്നേഹിക്കാനുള്ള എൻ്റെ ആയുസ് ഇനി എത്ര നാളത്തേക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് പോലും അറിയില്ല. പിന്നെ ഞാനങ്ങ് പോയാലും എൻ്റെ മോനെ പൊന്നുപോലെ സ്നേഹിക്കണം. അതല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യപ്പെടാനില്ല. അപ്പോഴേക്കും അരുന്ധതി കരഞ്ഞു പോയിരുന്നു. രാഘവനും വല്ലാതെയായി. അരുന്ധതി, എന്ത് നീ കാണിക്കുന്നേ?
സഹോദരന്റെ സ്നേഹപൂർവമായ ശാസനയാണ് അവരെ യാഥാർത്ഥ്യത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ കരഞ്ഞത് സങ്കടം കൊണ്ടല്ല ഏട്ടാ, സന്തോഷം കൊണ്ട്. എനിക്കിഷ്ടമായി മോളെ, ഒരുപാട് ഇഷ്ടമായി. അവളുടെ മുടിയിൽ തലോടി അരുന്ധതി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തുദിച്ചു വന്ന പുഞ്ചിരി അത് അവളെ കൂടുതൽ തളർത്തുകയായിരുന്നു ചെയ്തത്. രാഘവന്റെ മനസ്സ് നിറഞ്ഞുവെങ്കിലും നിരാശയുടെ കാർമേഘങ്ങൾ ആ സന്തോഷത്തെ തകർക്കാൻ കഴിയുന്നത്. ഒരു കല്യാണമൊന്നും പെട്ടെന്ന് നടത്താൻ പറ്റിയൊരു സ്ഥിതിയിലല്ല ഞാൻ, രാഘവൻ പറഞ്ഞു. ഒന്നും നോക്കണ്ട, രാഘവൻ അതിനെപ്പറ്റിയൊന്നും അറിയുക പോലും വേണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം. അരുന്ധതിയുടെ ജ്യേഷ്ഠനാണ് അതിന് മറുപടി പറഞ്ഞത്. അറിയാം, പക്ഷേ 2 പെൺകുട്ടികളുള്ള ഒരച്ഛൻ്റെ വിഷമം പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. അഹങ്കാരമല്ല, അങ്ങനെ തോന്നരുത്. അവസാനമായിട്ടുള്ളത് ആത്മാഭിമാനം മാത്രമാണ്. എൻ്റെ കുട്ടിയുടെ കല്യാണത്തിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങി നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് എനിക്കെന്തോ ഒരു മോശം പോലെ. ഒരച്ഛൻ എന്ന നിലയിൽ അവിടെ എനിക്ക് എന്ത് കടമയാണുള്ളത്? ഒക്കെ ഒന്ന് കൂട്ടാനുള്ളൊരു സമയം മതി. ഒന്നും വിറ്റുപെറുക്കാനില്ല. ഈ വീടൊരിക്കൽ പണയം വെച്ചതാ. മകനുണ്ടായിരുന്നു. മകന്റെ മരണശേഷം ഒരു വട്ടം വീട് ജപ്തി ചെയ്യേണ്ടി വന്നു. ഇത് പണയം വെച്ചാലും കൂട്ടിയാൽ കൂടില്ല. ആരോടെങ്കിലും പലിശയ്ക്ക് എടുക്കാനെങ്കിലും ഒരു സമയം. രാഘവൻ ഇടറിയ വാക്കുകളോട് അവരോട് പറഞ്ഞു. ഈ വെയ്യാത്ത കാലം വെച്ച് രാഘവനിപ്പോ അതിനൊന്നും ബുദ്ധിമുട്ടണ്ട. മിഥുന് സ്ത്രീധനം കൊണ്ട് നടത്തുന്ന കല്യാണം കൊണ്ട് ഒന്നും കഴിയേണ്ട. കേമത്വം അല്ല കേട്ടോ, സ്ത്രീധനം എന്നൊരു പതിവ് നമ്മുടെ തറവാടിനില്ല. അതുമാത്രമല്ല, അങ്ങനെയൊന്നും ഞങ്ങൾ ആരും ആഗ്രഹിക്കുന്നില്ല. സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ഒക്കെ നിയമപരമായി കുറ്റകരമാണ് രാഘവ. ചെറുചിരിയോടെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും രാഘവന് വേദനയായിരുന്നു. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച രീതിയിൽ ഒന്നും എനിക്ക് നടത്താൻ പറ്റില്ല. എങ്കിലും വെറും കൈയോടെ മോളെ ഞാൻ എങ്ങനെയാണ്? വെറും കൈയോടെ അല്ലല്ലോ, നല്ലൊരു മോളെ നിറഞ്ഞ മനസ്സോടെ അയച്ചാൽ മാത്രം മതി. അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു ദിവസം പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ കുട്ടി ഒരു 2ാം കെട്ടുകാരനാ. പൂർണ്ണ മനസ്സോടെ നിങ്ങൾ ഇവളെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ അതിലും വലിയ ധനം ഒന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. മിഥുന്റെ അമ്മായി ലതിക അത് പറഞ്ഞപ്പോൾ എല്ലാ മുഖങ്ങളും നിറഞ്ഞിരുന്നു. നീ ഇനി വാശി പിടിക്കേണ്ട രാഘവ. അവർ പറയുന്നത് പോലെ എത്രയും പെട്ടെന്ന് നടത്തുക. ആ കുട്ടിയുടെ അമ്മ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ലേ? മുത്തശ്ശി രാഘവനോടായി പറഞ്ഞു. അതെ രാഘവ, എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. ഇന്നോ നാളെയോ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് അവൻ്റെ കല്യാണം വെച്ച് നീട്ടാതെ ഒന്ന് നടത്തണമെന്ന ആഗ്രഹമുണ്ട് എനിക്ക്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അരുന്ധതി തൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ രാഘവൻ നിസ്സഹായനായി. നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ നടത്താം, രാഘവൻ അവരോടായി പറഞ്ഞു. തൻ്റെ ജീവിത വിധികളിൽ ഒരു അഭിപ്രായവുമില്ലാതെ ശില പോലെ നിന്നവളെ ആരും ആ സമയം ശ്രദ്ധിച്ചില്ല. നിങ്ങൾക്കും ഇതിനെ കാണണ്ടേ? അമ്മായിയാണ് ചോദിച്ചത്. കാണണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ തിരക്കിനിടയിൽ വരാൻ പറ്റുമോ? മടിച്ചാണ് രാഘവൻ അത് പറഞ്ഞത്. എന്താണെങ്കിലും വന്ന് നിങ്ങളെ കാണാനൊരു കടമയുണ്ട് അവന് സൗകര്യമുള്ളൊരു ദിവസം തന്നെ ഉടനെ വന്ന് കാണാൻ പറയാം. ചെക്കനെന്തെങ്കിലും മുടന്തോ വിക്കോ ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്കറിയാലോ. അതോ ഇനി സിനിമ കാണുന്ന പോലെ ക്യാമറ തട്ടിപ്പാണെന്ന് നോക്കണ്ടേ? ചെറുചിരിയോടെയായിരുന്നു അവർ ആ രംഗം മനോഹരമാക്കിയത്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് സരയുവിൻ്റെ അമ്മയെയും കണ്ട് സ്നേഹപൂർവ്വം മടങ്ങാനായിരുന്നു അവർ തീരുമാനിച്ചത്. പോകുന്നതിന് മുൻപ് ഉമ്മറക്കോലായിലെത്തിയ നിമിഷം അരുന്ധതി തൻ്റെ കയ്യിൽ നിന്നും റൂബിക്കല്ലുകൾ പതിച്ച സ്വർണ്ണവള ഊരി സരയുവിൻ്റെ കൈകളിലേക്ക് അണിഞ്ഞു. ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. അമ്മയുടെ സമ്മതമാണിത്. ഇന്ന് വേണമെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ വിടില്ലല്ലോ കുട്ടിയുടെ വീട്ടുകാർ. ഇത് കയ്യിൽ കിടന്നോട്ടെ, ഇത്തിരി വലുതായിരിക്കും എങ്കിലും സാരമില്ല, ഇതിവിടെ കിടന്നോട്ടെ. അവളുടെ മുഖത്ത് തലോടി അവരത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം അവൾ അമ്പരന്ന് പോയിരുന്നു. വേണ്ട അമ്മേ, ഇതൊന്നും വേണ്ട, സരയു പരിഭ്രമത്തോടെ പറഞ്ഞു. കിടക്കട്ടെ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ സമ്മതമാണിതെന്ന്. പിന്നെ എന്താ? ആദ്യമായിട്ട് അമ്മ മോൾക്കൊരു സമ്മാനം തരുമ്പോൾ അത് നിരസിക്കാൻ പാടില്ല. പോയി വരട്ടെ. അവളുടെ മുഖത്ത് തഴുകി വീണ്ടും സമ്മതം ചോദിക്കുമ്പോൾ അവൾ അറിയാതെ തലയാട്ടി പോയിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞ് വീട്ടിൽ രാഘവനും മുത്തശ്ശിക്കും ചർച്ച ചെയ്യാൻ അവരുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ മുറിയിലിരുന്നാണ് ചർച്ച. അമ്മയ്ക്കും അമ്മയുടെ മുഖത്തും സന്തോഷമാണ്. ആ അമ്മയ്ക്ക് ചേച്ചിയെ ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നു. അതാണ് അവർ വളയിട്ട് പോയത്. അവൾ വള തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അത് പറഞ്ഞപ്പോഴും ഒന്നും ശ്രദ്ധിക്കാൻ തോന്നാത്ത മാനസികാവസ്ഥയിലായിരുന്നു സരയു.
നല്ല കട്ടിയുണ്ട്, ഒരു 5 പവൻ വരുമായിരിക്കും. മുത്തശ്ശിയാണ് വാങ്ങി നോക്കി പറഞ്ഞത്. അവർക്കൊക്കെ 5 പവൻ എന്ന് വെച്ചാൽ ഒരു കുപ്പിവള വാങ്ങുന്ന കാശുള്ളമ്മേ, രാഘവൻ പറഞ്ഞു. എന്താണെങ്കിലും നല്ല കൂട്ടരാണ്. പണമുണ്ടെന്നുള്ള അഹങ്കാരം ഒന്നുമില്ല. നമ്മളോടൊക്കെ എത്ര മാന്യമായിട്ടാണ് സംസാരിച്ചത്. എങ്കിലും അവരും കല്യാണം നടത്തുമെന്ന് പറഞ്ഞ രാഘവന് വേദന മാറിയിരുന്നില്ല. ഒന്നും പറയേണ്ടതില്ല. ഒന്നും അല്ലെങ്കിലും അവരൊരു സൂക്കേടുകാരിയല്ലേ. അവരുടെ ആരോഗ്യം കൂടി നമ്മൾ നോക്കേണ്ടതല്ലേ. അതുമാത്രമല്ല, അവരുടെ സ്ഥിതി അനുസരിച്ച് നടത്താൻ നിന്നെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. അതിൽ ആത്മാഭിമാനം വ്രണപ്പെടുന്ന കാര്യങ്ങളൊന്നുമില്ല. കുട്ടിക്ക് വന്നിറങ്ങിയ ഭാഗ്യം. അല്ലെങ്കിലും എൻ്റെ കുട്ടിക്ക് രാജയോഗം ജാതകത്തിലുള്ളതാണ്. അങ്ങനെ കരുതിയാൽ മതി. വേറൊന്നും നീ ചിന്തിക്കണ്ട, മുത്തശ്ശി രാഘവനോടായി പറഞ്ഞു. സന്തോഷത്തോടെയാണ് മുത്തശ്ശി അത് പറഞ്ഞത്. ഫോൺ അടിക്കുന്നത് കേട്ടാണ് സരയു ചിന്തകളിൽ നിന്ന് തിരിച്ചു വന്നത്. ഡിസ്പ്ലേയിൽ മിഥുൻ്റെ നമ്പർ കണ്ടപ്പോൾ തന്നെ അവൾക്ക് അന്താളിപ്പ് തുടങ്ങിയിരുന്നു. എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി ഒരു കള്ളത്തരം ചെയ്യുന്ന കുട്ടിയെ പോലെ അവൾ പറഞ്ഞു. തനു ചേച്ചിയാണ്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരട്ടെ. അതുമായി പിന്നാമ്പുറത്തേക്ക് പോയി കോൾ ബട്ടൺ അമർത്തിയിരുന്നു.